വർണ്ണവിസ്മയം തീർത്ത കുടമാറ്റത്തിന്റെ ആവേശത്തിലാണ് പൂരനഗരി. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ പുതുമകളുടെ പരീക്ഷണവുമായി നിറങ്ങളുടെ മത്സരം നടത്തിയപ്പോൾ ജനലക്ഷങ്ങൾ ആർപ്പുവിളിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, വർണ്ണവിസ്മയം തീർത്ത കുടമാറ്റത്തിന്റെ ആവേശത്തിലാണ് പൂരനഗരി. ഇപ്പോൾ കുടമാറ്റം കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ തൃശൂർ നഗരവും അവിടുത്തെ ജനസാന്ദ്രതയും തമ്മിൽ ഒരു നിമിഷം എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? ഹരിത പൂരത്തിന്റെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. വലിയ രീതിയിലുള്ള ജനസഞ്ചയം, അത് ആ ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെയുള്ള വിസ്മയങ്ങളുടെ ചെപ്പ് തുറക്കുകയായിരുന്നു തിരുവമ്പാടിയും പാറമേക്കാവ് വിഭാഗങ്ങളും. കുടകളിൽ ഒളിപ്പിച്ചു വെച്ച വിസ്മയങ്ങൾ എന്തൊക്കെയാണ്? നിരവധിയായിട്ടുള്ള വിസ്മയങ്ങൾ കുടകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ തന്നെയായിരുന്നു ഇരു വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നും ഇന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സ്പെഷ്യൽ കുടകൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഇരു വിഭാഗങ്ങളും അവരുടെ മികവ് പുലർത്തി ഇത്തവണയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. എന്തായാലും ആദ്യം മുതൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുടകൾ ഇരു വിഭാഗവും മാറി മാറി ഉയർത്തുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത് അയോധ്യയിൽ ക്ഷേത്രം, ഒപ്പം തന്നെ ISROയ്ക്കുള്ള ആശംസകൾ തുടങ്ങിയ കുടകളായിരുന്നു തിരുവമ്പാടി വിഭാഗം അവരുടെ സ്പെഷ്യൽ കുടകളായി അവതരിപ്പിച്ചു. ഒപ്പം തന്നെ ശ്രീകൃഷ്ണന്റെ വിവിധ രൂപങ്ങൾ, ശിവന്റെ വിവിധ രൂപങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള കോലങ്ങൾ ഈ കുടകളിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള വിസ്മയങ്ങളോട് ചെപ്പു തുറക്കുകയായിരുന്നു ഇരു വിഭാഗങ്ങളും. പാറമേക്കാവ് വിഭാഗവുമാണെങ്കിലും ആ നിലയ്ക്ക് തന്നെ അത് തെക്കോട്ടിറക്കത്തിന്റെ ആ തുടക്കം മുതൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള വർണ്ണക്കുടകൾ മാറി മാറി വീശിക്കൊണ്ട് തന്നെ ആ കുടകൾ മാറ്റി മാറ്റി തന്നെയാണ് പാറമേക്കാവ് വിഭാഗം ഏറ്റവും അറ്റത്തേക്ക് പോകുന്നത്. ആ പോകുന്ന വഴികളിലെല്ലാം തന്നെ കുടമാറ്റം ദൃശ്യമായിരുന്നു. അതിനുശേഷം ഈ ലൈറ്റ് അതായത് സൂര്യന്റെ ആ പ്രകാശം അവസാനത്തിന് ശേഷം നിരവധിയായിട്ടുള്ള LED ബൾബുകൾ, അല്ലെങ്കിൽ അത് LED ബൾബുകൾക്ക് പ്രാധാന്യം നൽകുന്ന കുടകൾ അവതരിപ്പിച്ചുകൊണ്ട് ഇരു വിഭാഗവും മത്സരം, ആരോഗ്യപരമായിട്ടുള്ള മത്സരം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. എന്തായാലും ഈ ആഘോഷങ്ങൾ, ഈ കുടമാറ്റത്തിന്റെ മുഴുവൻ വിസ്മയങ്ങളും ഈ കൂടി നിന്ന മുഴുവൻ ജനങ്ങളും ജനസാഗരം തന്നെയായിരുന്നു പെരുങ്കാട് മൈതാനം. ജനസാഗരം ഏറ്റെടുത്തു. അതിന്റെ ആഘോഷങ്ങൾ, ആവേശങ്ങൾ എല്ലാം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമുക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇത്തവണ കൂടുതൽ സ്ത്രീകൾ, പെൺകുട്ടികൾ, സ്ത്രീകൾ എല്ലാവരും തന്നെ ഈ പൂരത്തിന്റെ കുടമാറ്റം കാണുന്നതിനായി എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. അത് തന്നെ ഈ പൂരത്തിന്റെ ജനപങ്കാളിത്തം കൂടുതലാക്കി അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ടായിരുന്നു. അതിന് സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനം വളരെ ഗുണകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ സ്പെഷ്യൽ കുടകൾ അവതരിപ്പിച്ച കൂട്ടത്തിൽ ഇതുവരെയും കാണാത്ത രീതിയിൽ ഇവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തെ തന്നെ കുടകളിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു തിരുവമ്പാടി വിഭാഗം അവരുടെ വിസ്മയത്തിന്റെ സ്റ്റെപ്പ് തുറന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ നിരവധിയായിട്ടുള്ള കുടകളുടെ വർണ്ണവിസ്മയങ്ങൾ, അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള നിലകളുള്ള കുടകൾ, അങ്ങനെ കുടകളിൽ നിരവധിയായിട്ടുള്ള വിസ്മയങ്ങൾ തീർക്കുകയായിരുന്നു ഇരു വിഭാഗങ്ങളും. ആ കുടമാറ്റത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ഈ പൂരത്തിന്റെ മുഴുവൻ ആവേശവും ആ കുടമാറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള LED കുടകൾ, ഒപ്പം തന്നെ മുത്തക്കുടകൾ, അത് ഇതുവരെയും കാണാത്ത രീതിയിൽ അത് ഓരോ തവണയും പുതുതായി പുതിയ കുടകൾ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു കുട പോലും പഴയതായിട്ടുള്ളത് അവതരിപ്പിക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ദേവീ ദേവന്മാരുടെ രൂപങ്ങൾ, പതിച്ചിട്ടുള്ള കോലങ്ങൾ, അങ്ങനെ എല്ലാം തന്നെ ആ നിലയ്ക്ക് കുടകളായി അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും വിസ്മയ കാഴ്ചകൾക്ക് ഇപ്പോൾ ഏതാണ്ട് ഒരു പരിധിവരെ സമാപനമായിരിക്കും. അല്ലെങ്കിൽ പൂരത്തിന്റെ ഈ വിസ്മയ കാഴ്ചയ്ക്ക് ഇന്നത്തെ ഈ കുടമാറ്റത്തിന്റെ ഒരു സമാപനമായിരിക്കുന്നു. ആളുകൾ ഇപ്പോഴും ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ഈ ജനങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ ഇനിയും ഒരുപാട് സമയങ്ങൾ എടുക്കേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും പക്ഷേ വളരെ വേഗം തന്നെ ഇവിടെ ഈ ആളുകളെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. കാരണം വെടിക്കെട്ട് നാളെ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് വെടിക്കെട്ട് നടക്കുക. അതിനുവേണ്ടി ഈ ഗ്രൗണ്ട് ഒരുക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ വളരെ വേഗം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ആ നിലയ്ക്കുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ ഈ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യേണ്ട ഒരു സാഹചര്യം, അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എബി, ജനങ്ങൾ കാത്തിരുന്ന കുടമാറ്റം ഏകദേശം അവസാനിച്ചിരിക്കുന്നു. ഇനി ജനങ്ങൾ കാത്തിരിക്കുന്നത് നാളെ പുലർച്ചെക്കുള്ള വെടിക്കെട്ട് തന്നെയാണ്. സാമ്പിൾ വെടിക്കെട്ട് അത്രയും ജനങ്ങളെ അതിശയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന ആ വെടിക്കെട്ടും ജനങ്ങളെ അത്രയധികം ആകർഷിക്കുന്ന ഒന്നായിരിക്കുമെന്ന് കണക്കാക്കാൻ സാധിക്കും അല്ലേ? അതേസമയം നാളെ നടക്കുന്ന മറ്റുള്ള ചടങ്ങുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പങ്കുവെക്കാമോ?
വെടിക്കെട്ട് രാവിലെ 3 മണിയോടുകൂടിയാണ് ആരംഭിക്കുക. ഇരു വിഭാഗങ്ങളും വളരെ നേരെ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ട് തന്നെ. കഴിഞ്ഞ സാമ്പിൾ വെടിക്കെട്ട് പോലെ ആയിരിക്കില്ല അത്. സമയദൈർഘ്യമുള്ള വെടിക്കെട്ട് തന്നെ ആയിരിക്കും. സാമ്പിൾ വെടിക്കെട്ടിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വിസ്മയങ്ങൾ ഒരുപാട് പ്രകടിപ്പിച്ചു ഇരു വിഭാഗങ്ങളും. അതിന്റെയൊക്കെ ഒരു പൂർത്തീകരണം, അതിന്റെയൊക്കെ ഏറ്റവും ഔന്നത്യത്തിൽ നമുക്ക് അതിന്റെ വിസ്മയം കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വെടിക്കെട്ടിന്റെ ഒരു പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും അതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗം തന്നെ നടത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഒപ്പം തന്നെ നാളെ പകൽപൂരമാണ്. തൃശ്ശൂരുകാരുടെ പൂരം എന്ന് തന്നെയാണ്, തൃശ്ശൂരുകാരുടെ പൂരമായി തന്നെ കണക്കാക്കുന്നത് നാളത്തെ പൂരത്തെ തന്നെയാണ്. അതാണ് കാരണം. ഇന്നത്തെ പൂരം എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള അതിഥികളൊക്കെ ഉണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടുള്ള പൂരമാണ് ഇന്നത്തെ പൂരമായി നടന്നത്. ഇതിന് സമാനമായ രീതിയിലുള്ള ഇന്ന് നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നാളത്തെ പകൽപൂരത്തിൽ കാണാൻ കഴിയും. കുടമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ മേളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള മേളം പൊട്ടിച്ചേരുന്ന കാഴ്ചകൾ, വെടിക്കെട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നാളെയുമുണ്ട്. ഇന്ന് ഉണ്ടായിട്ടുള്ള മുഴുവൻ പരിപാടികളും, ഈ പൂരവുമായി ബന്ധപ്പെട്ട മുഴുവൻ പരിപാടികളും നാളെയും ആവർത്തിക്കപ്പെടുന്നു. നാളത്തെ പകൽപൂരം അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തൃശ്ശൂരുകാരുടെ പൂരം എന്നത് നാളെയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും നാളെയാണ്. ഒപ്പം തന്നെ ഈ പൂരം കൊടിയിറങ്ങുന്നത് നാളെ തന്നെയാണ്. ഉപചാരം ചൊല്ലി പിരിയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത്. ഇരു ദേവതകളും അന്യോന്യം ശ്രീമൂലസ്ഥാനത്ത് പരസ്പരം മുഖം നോക്കി ഉപചാരം ചൊല്ലി പിരിയുന്ന ആ കാഴ്ച, അത് ഒരു വിടപറയലിന്റെ ഒരു വലിയ സങ്കടം, വേദനയൊക്കെ ഉളവാക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ്. ഈ തിടമ്പേറ്റി ആനകൾ പരസ്പരം തുമ്പിക്കൈ ഉയർത്തി അഭിവാദം ചെയ്ത് വിട പറഞ്ഞു പോകുന്നതാണ് ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അത് എല്ലാവരും വളരെ വർണ്ണവിസ്മയം തീർത്ത കുടമാറ്റത്തിന്റെ ആവേശത്തിലാണ് പൂരനഗരി. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ പുതുമകളുടെ പരീക്ഷണവുമായി നിറങ്ങളുടെ മത്സരം നടത്തിയപ്പോൾ ജനലക്ഷങ്ങൾ ആർപ്പു വിളിച്ചു. വർണ്ണവിസ്മയം തീർത്ത തൃശൂർ പൂരം, ഈ വർഷത്തെ തൃശൂർ പൂരം ആവേശഭരിതമായി തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.